ഹായ് നമസ്കാരം. വലിയ ജോസ്പരാണ്. ഇപ്പോൾ അദ്ദേഹത്തോടെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വാഴ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്ട്രസ് മുമ്പിലേക്ക് വന്നിട്ടുണ്ട് നടി. വാഴ എന്ന സിനിമ കണ്ടുകൊണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ കളിയാക്കി വിളിക്കുന്നുണ്ട്, കാരണം പിള്ളേരെ വന്നീകം വാഴയാണ്, പണ്ട് വാഴ വെച്ചാൽ മതിയായിരുന്നു കാരണന്മാർ പറയും. പക്ഷെ അതെല്ലാം തിരുത്തി കളഞ്ഞു ഈ വാഴ എന്ന സിനിമ. അല്ല സാറേ, കാരണം ഒരു സന്ദേശമാണ്. കാരണം അതായത് ഇത് ഈ സിനിമയിൽ കാരണം ജോലിയില്ലാത്ത ചെറുപ്പക്കാർ പല ആത്മഹത്യ വരെ ചെയ്യുന്ന കാലഘട്ടമാണ്. പക്ഷേ ഈ സിനിമ എന്ന് പറയുമ്പോൾ അതെല്ലാം മാറ്റിമറിച്ചിരിക്കുന്ന ഒരു പ്രമേയമാണ് ഇതിലെ സംവിധായകർ അണിയിലെ പ്രവർത്തകർ കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കാണുന്നവർക്ക് എന്ത് ചെയ്താലും ജീവിക്കാം, നമുക്ക് ഇന്ന ജോലി എന്നല്ല, എന്ത് ചെയ്താലും നമുക്ക് ജീവിക്കാം എന്ന് തെളിയിച്ചിരിക്കുന്ന സീൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. ഇത്രയും നല്ലൊരു സിനിമയുടെ പാർട്ടാവുക എന്ന് പറയുന്നത് ഏതൊരു ആക്ട്രസിന്റെ ഒരു സ്വപ്നം തന്നെയാണ്. അത് വാഴയിലൂടെ സാധിച്ചു. ഇതിനു മുമ്പും 2-3 മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, അതിന് ചെയ്യേണ്ടി വന്നു. നോബി ചേട്ടനും മൂസയുടെ കൂടെയാണ് മകനായിട്ടുള്ളത്. അതെ അതെ. അപ്പൊ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മൂസയുടെ അമ്മയായിട്ട് തന്നെ ചെയ്യാൻ നീ ജയിക്കില്ല എന്നറിയാന്ന് പറയുന്ന സീനുണ്ടല്ലോ, പഠിച്ചാലും ജയിക്കില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായി. എന്തായാലും നന്നായിട്ടുണ്ട്, നല്ലൊരു മൂവി, എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. ഇമോഷണലും ഫാമിലിയും കോമഡി എല്ലാം നല്ലൊരു സിനിമ. കഴിഞ്ഞത് പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന മൂവി ഇപ്പൊ ഷറഫുദ്ദീൻ സാറിനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബോഗൻവില്ല എന്ന് പറയുന്ന ഒരു മൂവി എൻ്റെ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അമൽ എന്തായാലും സന്തോഷം. ഇനിയും ദൈവാനുഗ്രഹം അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. കാരണം ഞങ്ങൾക്ക് എന്തായാലും ആ ഒരു കഥാപാത്രം മുസ്ലിം കഥാപാത്രം ചെയ്താണ്. ഗുലാന്റെ തട്ടുകടാന്ന് പറഞ്ഞ മൂവി ചെയ്താണ്. ഞാൻ നായകനായിട്ട് കോളനി എന്ന് പറഞ്ഞ മൂവി. താങ്ക് യു. എല്ലാവരും സിനിമ കാണാം.